എല്ലാവർക്കും റിയൽ ഇൻഫോബിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ഡിസംബർ മാസത്തെ പെൻഷൻ തുക വിതരണം നാളെ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ തുക വിതരണം ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ള 26 ലക്ഷം പേർക്കായിരിക്കും. പിന്നീട് സഹകരണ ഉദ്യോഗസ്ഥർ വഴി കൈകളിൽ വാങ്ങുന്നവർക്കും കിട്ടിത്തുടങ്ങും. 2025 ജനുവരി മാസം മുതൽ പുതിയ പെൻഷൻ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുക വിതരണം ചെയ്യുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആദ്യപടിയായി വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. ഇതിൻ്റെ കൂടെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി 6400 രൂപ പെൻഷൻ കുടിശ്ശിക ജനുവരി മാസത്തിൽ ന്യൂ ഇയറിനോടനുബന്ധിച്ച് വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന അറിയിപ്പും ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ഇതോടൊപ്പം നവംബർ 6 മുതൽ ആരംഭിച്ച പെൻഷൻ തുക എത്തിച്ചേർന്നിട്ടില്ലാത്തവർക്ക് അതുകൂടി കൂട്ടി 3200 രൂപ നാളെ കൈകളിലേക്ക് എത്തുന്നതാണ്. 2025 ജനുവരി മാസം മുതൽ പെൻഷൻ തുക ലഭിക്കുന്നതിന് സാക്ഷ്യപത്രം സമർപ്പിക്കണമെന്ന അറിയിപ്പും ഇതോടുകൂടി വന്നു കഴിഞ്ഞു. രേഖകൾ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ പെൻഷൻ വിതരണം തടസ്സപ്പെടും. വിവിധ മേഖലകളിൽ പരിശോധനകൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പ്രത്യേക അറിയിപ്പ് വന്നിട്ടുള്ളത്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. 2025 ജനുവരി 1 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർക്ക് ഈ അറിയിപ്പ് ബാധകമല്ല. അവർ ഈ കാര്യം ചെയ്യേണ്ടതില്ല. അല്ലാത്തവർക്കെല്ലാം ഈ നിയമം ബാധകമാണ്. അവർ പുനർവിവാഹിതരല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 2024 ഡിസംബർ 31 വരെയാണ് സർക്കാർ ഇതിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. അതിനു മുൻപായി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.